ഓക്കെ, നമുക്കിനി മോഡ് കണ്ടിന്യൂസ് സീരീസിലാണ് നോക്കാനുള്ളത്. ഇൻ കണ്ടിന്യൂസ് സീരീസ് ദ മോഡ് ലൈസ് ഇൻ ദ ക്ലാസ് ഹാവിങ് ഹയസ്റ്റ് ഫ്രീക്വൻസി. അതായത് കണ്ടിന്യൂസ് സീരീസിലാണെങ്കിൽ നമുക്ക് ക്ലാസ് ഇൻ്റർവെൽസ് കൊടുക്കും, അതിനടുത്ത് ഫ്രീക്വൻസീസ് കൊടുക്കും. അപ്പോൾ ഏത് ക്ലാസ്സിനാണോ ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നത് അതിനുള്ളിലാണ് നമ്മൾ മോഡ് ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ആ ക്ലാസ്സിൻ്റെ അകത്താണ് മോഡ് കിടക്കുന്നത്. ഓക്കെ, ഒരു ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ അകത്താണ് മോഡ് കിടക്കുന്നത്. അപ്പോൾ അതെങ്ങനെ കണ്ടെത്തുന്നതാണ് അതിൻ്റെ കൊടുത്തിരിക്കുന്ന ഇക്വേഷനാണിത്. ഓക്കെ, ഇക്വേഷൻ എങ്ങനെ വരുന്നു വെച്ചാൽ ശ്രദ്ധിക്കുക. മോഡ് ഈക്വൽ ടു L plus delta 1 divided by delta 1 plus delta 2 into I. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ L എന്താണെന്ന് നോക്കണം. ഓക്കെ, L ഈക്വൽ ടു ലോവർ ലിമിറ്റ് ഓഫ് ദ ക്ലാസ്. L ഈക്വൽ ടു ഇവിടെ L എന്താണെന്ന് വെച്ചാൽ ലോവർ ലിമിറ്റ് ഓഫ് ദി മോഡൽ ക്ലാസ് ആണ്. നമ്മളൊരു മോഡൽ ക്ലാസ് തിരഞ്ഞെടുക്കും, അതിൻ്റെ അകത്താണ് മോഡ് വരിക എന്ന് നമുക്ക് മനസ്സിലായിട്ട്. അതിൻ്റെ ലോവർ ലിമിറ്റ്, അതിൻ്റെ ചെറിയ വാല്യൂ ആണെന്ത്, ആ മോഡൽ ക്ലാസിൻ്റെ ചെറിയ വാല്യൂവിനാണ് Lനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തത് ഡെൽറ്റ 1. ഡെൽറ്റ 1 എന്താണ്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫ്രീക്വൻസി ഓഫ് ദി മോഡൽ ക്ലാസ് ആൻഡ് ദി ഫ്രീക്വൻസി ഓഫ് ദി പ്രീ മോഡൽ ക്ലാസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു മോഡൽ ക്ലാസ് തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. അതിന് നേരെ വരുന്ന ഫ്രീക്വൻസിയും അതിന് തൊട്ട് മുകളിൽ വരുന്ന ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി ഡെൽറ്റ 2 മീൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫ്രീക്വൻസി ഓഫ് ദി മോഡൽ ക്ലാസ് ആൻഡ് ദി ഫ്രീക്വൻസി ഓഫ് ദി പോസ്റ്റ് മോഡൽ ക്ലാസ്. അതായത് നമ്മളെ മോഡൽ ക്ലാസ് തിരഞ്ഞെടുത്ത മോഡൽ ക്ലാസ്സിന് നേരെ വരുന്ന ഫ്രീക്വൻസിയും അതിന് ശേഷം വരുന്ന മോഡൽ ക്ലാസിൻ്റെ ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ 2 എന്ന് പറയുന്നത്. ദെൻ I മീൻസ് ദ ക്ലാസ് ഇൻ്റർവെൽ. ഓക്കെ, I എന്ന് വെച്ചാൽ എന്താണ്? ക്ലാസ് ഇൻ്റർവെൽ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ചോദ്യം വരുന്നത്. ക്ലാസ് ഇൻ്റർവെൽസ് കൊടുത്തിട്ടുണ്ട്, ഫ്രീക്വൻസീസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളത് ടേബിളർ ഫോർമാറ്റിൽ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെ എഴുതി വെക്കുക, അതായത് ക്ലാസ് ഇൻ്റർവെൽസ് ചെയ്താൽ ഫ്രീക്വൻസി ചെയ്താൽ ഇവിടെ ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ 15 ആണ് ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ക്ലാസ് നമ്മളെന്താണ്? മോഡൽ ക്ലാസ് ആണിത്. ഇതിനാണ് മോഡൽ ക്ലാസ് പറയുക. കാരണം ഈ ക്ലാസ്സിൻ്റെ അകത്താണ് എന്തുള്ളത്? നമ്മുടെ മോഡ് ഉള്ളത്. അപ്പോൾ 15 ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വരുന്ന ഈ ക്ലാസ്സിൻ്റെ അകത്താണ് മോഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കാണണം? നമുക്ക് മോഡ് കാണണം. ഓക്കെ, അപ്പോൾ മോഡ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ വരുന്നത്? മോഡ് ഈക്വൽ ടു L പ്ലസ് ഡെൽറ്റ 1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 ഇൻറ്റു I. ഓക്കെ, അപ്പോൾ ഇനി ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കണം. L എന്താണ്, പിന്നെ ഡെൽറ്റ 1 എന്താണ്, ഡെൽറ്റ 2 എന്താണ്, പിന്നെന്താണ് നമ്മുടെ I എന്താണെന്നുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ L മീൻസ് നമ്മുടെ മോഡൽ ക്ലാസ് ഏതാണ്? ഇതാണ്. ഇതിൻ്റെ ലീസ്റ്റ് വാല്യൂ ആണ് എന്ത്? ഈ L എന്ന് പറയുന്നത്. L എന്താണ്? ഈ മോഡൽ ക്ലാസിൻ്റെ ലീസ്റ്റ് വാല്യൂ ആണ്. 50 ആണെന്ത്? L വരുന്നത്. അതല്ല ചെറിയ വാല്യൂ. ഇത് വലിയ വാല്യൂ ആണ്, ഇത് ചെറിയ വാല്യൂ. ഈ മോഡൽ ക്ലാസിൻ്റെ ചെറിയ വാല്യൂ. ഇനി ഡെൽറ്റ 1 എന്താണ്? ഡെൽറ്റ 1 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഈ ഫ്രീക്വൻസിയും ഇതിന് നേരെ വരുന്ന ഫ്രീക്വൻസി, അതായത് നമ്മുടെ മോഡൽ ക്ലാസ്സിന് നേരെ വരുന്ന ഫ്രീക്വൻസിയും ഇതിന് തൊട്ട് മുൻപിൽ വരുന്ന ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ വരേണ്ടത് 15 മൈനസ് 12. 15 മൈനസ് 12. ഓക്കെ, ഇവിടെ എന്താ വരിക എന്ന് വെച്ചാൽ
15 മൈനസ് 12 വരും. ഈക്വൽ ടു 3 ആണെന്ത് ഡെൽറ്റ 1. അതേപോലെ ഡെൽറ്റ 2 എന്ന് വെച്ചാൽ ഇതും തമ്മിലുള്ള ഡിഫറൻസ്, ഇതും ഇതിന് ശേഷം വരുന്ന ഫ്രീക്വൻസി തമ്മിലുണ്ട്. അതായത് ഇതും ഇതിന് തൊട്ട് മുമ്പ് വരുന്ന ഫ്രീക്വൻസി തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ 1. ഇതും ഇതിന് തൊട്ട് താഴെ വരുന്ന ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ 2 എന്ന് വെച്ചാൽ. അപ്പോൾ ഇവിടെ എന്താണ് വരിക? 15 മൈനസ് 12. ഇത് എത്രയാണ് വരിക? 3. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. മെയിനായിട്ട് എഴുതേണ്ടത് എന്താണ്? രണ്ട് ഭാഗത്തും ഡിഫറൻസാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. അത് കഴിഞ്ഞ് ഐ എന്താണ്? ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അതായത് ഈ ക്ലാസ് ഇൻ്റർവൽ എത്രയാണ് ഇവിടെ? 10 ആണ് ഐ വരുന്നത്. അപ്പോൾ നമുക്ക് മോഡ് കണ്ടെത്തുമ്പോൾ എൽ എത്രയാണ്? 50 പ്ലസ് ഡെൽറ്റ 1 എത്രയാണ്? 3 ഡിവൈഡ് ബൈ 3 പ്ലസ് 3 ഇൻറ്റു 10 ഈക്വൽ ടു 50 പ്ലസ് 3/6 ഇൻറ്റു 10. ഓക്കെ, അപ്പോൾ 50 പ്ലസ് 3/6 എന്താണ്? 0.5 അല്ലേ? ഇൻറ്റു 10. ആദ്യം നമ്മൾ ഇൻറ്റു ചെയ്യേണ്ടത് കേട്ടോ കണക്ക് ചെയ്യുമ്പോൾ, എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 50 പ്ലസ് 5 വിച്ച് ഇസ് ഈക്വൽ ടു 55. അപ്പോൾ മോഡ് ഈക്വൽ ടു 55. അപ്പോൾ മോഡ് എത്ര വരിക എന്ന് വെച്ചാൽ 55 ആണ് മോഡ് വരിക. ഇതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് അൺഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസ് വരികയാണെങ്കിൽ, അപ്പോൾ താഴെ കൊടുത്തിരുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മളോട് എന്താ കണ്ടെത്താൻ പറഞ്ഞതെന്ന് വെച്ചാൽ മോഡാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഓക്കെ, മോഡ് കണ്ടെത്തേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, 0 to 10, 10 to 20, 20 to 40, 40 ആണത്, 40 to 50, 50 to 70. അതിൻ്റെ ഫ്രീക്വൻസീസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എത്രയാണ് ക്ലാസ് ഇൻ്റർവെൽ? 10 ആണ് അല്ലേ? 0 to 10. ഇവിടെ എത്ര ക്ലാസ് ഇൻ്റർവെൽ? 10 ആണ്. ഇവിടെ നോക്കുന്ന നേരത്തെ എത്രയായി? 20 to 40. ഇവിടുത്തെ ക്ലാസ് ഇൻ്റർവെൽ എത്രയാണ്? ഇവിടുത്തെ ക്ലാസ് ഇൻ്റർവെൽ 20 ആണ്. ഓക്കെ അല്ലേ? ഇത് നമ്മൾ ഡിഫറൻസ് എത്രയാണ്? 20 ആണ് ഡിഫറൻസ് വരുന്നത്. ഇവിടെ വീണ്ടും 10 ആണ്. ഇവിടെയും എന്താ വരുന്നത്? ഇവിടെയും ക്ലാസ് ഇൻ്റർവെൽ 20 ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ അൺഈവൻ എന്താണ് അൺഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസ് വന്നാൽ എങ്ങനെയാണ് കണക്ക് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കണക്ക് വരുന്ന നേരത്ത് നമ്മൾ ആദ്യം തന്നെ എന്താണ് ഇങ്ങനത്തെ ടേബിളർ ഫോർമാറ്റിൽ എന്ത് വരയ്ക്കാന്ന് വെച്ചാൽ ക്ലാസും ഫ്രീക്വൻസീസും വരയ്ക്കുക. നിങ്ങൾ കൃത്യമായിട്ട് ടേബിൾ വരയ്ക്കുക, ഫ്രീ ഹാൻഡായിട്ട് ഇങ്ങനെ വരയ്ക്കരുത്. ഓക്കെ, കൃത്യമായിട്ട് വരയ്ക്കുക. എന്നിട്ട് നമുക്ക് നോക്കാം, നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. ക്വസ്റ്റ്യനിൽ പറയുന്നത് 0 to 10, 10 to 20, 20 to 40, 40 to 50, 50 to 70. ആകെ എത്ര ഉണ്ട്? 1, 2, 3, 4, 5 ക്ലാസ്സസ് ആണുള്ളത് അല്ലേ? അതിൽ ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 20 ആണ് ഡിഫറൻസ്. ഇതെത്രയാണ്? 40 ആണ് ഫ്രീക്വൻസി. ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 20 തന്നെയാണ്. ഇതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 28 ആണ് ഫ്രീക്വൻസി. ബാക്കി ഭൂരിപക്ഷത്തിനും എന്താണ്? 10 ആണ് ക്ലാസ് ഇൻ്റർവെൽസ് വരുന്നത്. അപ്പോൾ ഇനി എന്താണ്? ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതായത് ഈ 10ലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക? 20 to 30 എന്ന് എഴുതുക, 30 to 40 എന്ന് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിനെ ഹാഫ് ആക്കിയിട്ട് ഓരോന്നിനും വീതിച്ച് കൊടുക്കുക. 40നെ 20 20 ആക്കിയിട്ട് വീതിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഇതിനും എന്ത് ചെയ്യുക? 50 to 60, 60 to 70 എന്ന് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ 28നെ 14 14 എന്ന് പറഞ്ഞിട്ട് വീതിച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ എഴുതുക. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഈ രണ്ട് ആയിരുന്നു എന്ത് 20ന് ഡിഫറൻസ് വന്നത്, അതാണ് വീതിച്ചിരിക്കുന്നത്. 20 to 40 വരെ ആയിരുന്നു ആ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം 20 to 30, പിന്നെ എന്തായി 30 to 40. അപ്പോൾ അതിൽ 40 എന്ന് പറഞ്ഞ ഫ്രീക്വൻസിനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അതിനെ വീതിച്ചു. അതിനെ രണ്ടായിട്ട് എന്താണ് 20 20 ആക്കിയിട്ട് വീതിച്ചു. അതേപോലെ തന്നെ 50 to 70 ആയിരുന്നു, ഇതായിരുന്നു ക്ലാസ് ഇൻ്റർവെൽ. 50 to 70 ആയിരുന്നു ക്ലാസ് ഇൻ്റർവെൽ. പക്ഷെ എന്തായി? നമ്മളതിനെ ഡിവൈഡ് ചെയ്തു. കാരണം ഭൂരിപക്ഷം 3 എണ്ണം എന്തായിരുന്നു? 10ലായിരുന്നു ക്ലാസ് ഇൻ്റർവെൽ ഉള്ളത്. അതുകൊണ്ട് എന്തിനെയും നമ്മൾ വീതിച്ചു. അതിൻ്റെ 28ൻ്റെ ഫ്രീക്വൻസിയെ നമ്മൾ എന്ത് ചെയ്തു? രണ്ടായിട്ട് ഭാഗിച്ചു. അപ്പോൾ ഇവിടെ ഇനി മോഡൽ ക്ലാസ് എന്താണ്? ഇതാണ്. അപ്പോൾ നേരത്തെ നോക്കുകയാണെങ്കിൽ മോഡൽ ക്ലാസ് ശരിക്കും ഇതായിരുന്നു വരേണ്ടത്, 40 ഉള്ളത്. പക്ഷേ അത് 40 വരാൻ ചാൻസ് ഇല്ല. കാര്യം എന്താണ്? ദ ക്ലാസ് ഇൻ്റർവെൽ വാസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദിസ് വൺ അല്ലേ? ഇത് ചെറിയ ക്ലാസ് ഇൻ്റർവെൽ ആയിരുന്നു, ഇത് കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായി? ഇപ്പോൾ ഇതായി മോഡൽ ക്ലാസ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷൻ അല്ലേ, മോഡിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക? മോഡിൻ്റെ ഇക്വേഷൻ നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? മോഡ് ഈക്വൽ ടു എന്താ വരിക? എൽ പ്ലസ് ഡെൽറ്റ 1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 ഇൻറ്റു ഐ. ഇവിടുത്തെ എൽ എത്രയാണ്? 40 ആണ് വരിക. പ്ലസ് ഡെൽറ്റ 1 എത്ര വരും?
ഡെൽറ്റ 1 വിൽ ബി 8. കാരണം ഇതും തമ്മിലുള്ള 32 മൈനസ് എന്താണ് 8 അല്ല, സോറി 12 ആണ് ഡെൽറ്റ 1. ഡെൽറ്റ 1 വിൽ ബി 12 ആൻഡ് ഡെൽറ്റ 2 വുഡ് ബി 18. അപ്പോൾ 12 പ്ലസ് 18 ഇൻറ്റു ഐ എത്രയാണ് 10. അപ്പോൾ ഇത് വെച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ 12/30 വരും, ഇങ്ങനെ വരും 40 പ്ലസ് 12/30 ഇൻറ്റു 10. ഓക്കെ, അത് ഏകദേശം 44 വരും. ഓക്കെ, മോഡ് വിൽ ബി ഈക്വൽ ടു 44. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മോഡ് കണ്ടെത്തേണ്ടത്? അത് അൺഈക്വൽ ഇൻ്റർവെൽസ് ആണെങ്കിൽ. ഇനി അടുത്ത് ശ്രദ്ധിക്കുക, ഇഫ് ദർ ഇസ് ഓപ്പൺ എൻഡ് ക്ലാസ്സസ്, അതായത് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ലെസ് ദാൻ 10, 10 to 20, 20 to 30, 30 to 40, then 40 and above. If it is given like this, അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്താൽ മതി. അതായത് നമ്മൾ വേറൊരു കാൽക്കുലേഷൻ പിന്നെ ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അൺഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസ് മാതിരി നമ്മൾ വേറെ കാൽക്കുലേഷനോ അല്ലെങ്കിൽ എന്താണ് വേറെ രീതിയിൽ എഴുതേണ്ട കാര്യമൊന്നുമില്ല. യു ജസ്റ്റ് റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. നിങ്ങൾ ഇങ്ങനെ തന്നെ അങ്ങ് എഴുതുക. ഓക്കെ, ക്ലാസ് എഴുതിയിട്ട് ഫ്രീക്വൻസീസ് എഴുതുക. ഇവിടെ ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാണ് അല്ലേ? അപ്പോൾ യുവർ മോഡൽ ക്ലാസ് വിൽ ബി ദിസ്. മോഡൽ ക്ലാസ് ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പിന്നെ നമ്മൾ ഇതുവരെ കണ്ട കാൽക്കുലേഷൻ വെച്ചിട്ട്, ഓക്കെ, അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? എന്തായിരുന്നു ആ കാൽക്കുലേഷൻ? എന്തായിരുന്നു? മോഡ് ഈക്വൽ ടു എൽ പ്ലസ് ഡെൽറ്റ 1 ഡിവൈഡ് ബൈ ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 ഇൻറ്റു ഐ. ഓക്കെ, അപ്പോൾ ഇവിടെ എൽ എത്രയാണ്? എൽ വിൽ ബി 20 പ്ലസ് ഡെൽറ്റ 1 എത്രയാണ്? ഇതും നമ്മളെ വ്യത്യാസം എത്രയാണ്? 60. പിന്നെ അത് കഴിഞ്ഞ് എന്താണ് 60 മൈനസ്, സോറി 60 മൈനസ് അല്ല 60 പ്ലസ്, പിന്നെ എത്ര വരുന്നത്? 150യും 65ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര വരുന്നത്? ഇറ്റ് വിൽ ബി അറൗണ്ട് 85 ഐ തിങ്ക്. 85 ഇൻറ്റു എത്രയാണെന്ന് വെച്ചാൽ ഐ എത്രയാണ്? ഇതിൻ്റെ ക്ലാസ് ഇൻ്റർവെൽ നോക്കിയാൽ മതി. അതായത് കോമൺലി വരുന്ന എന്താണ്? ഈ ഒരു ഗ്രൂപ്പിൻ്റെ ക്ലാസ് ഇൻ്റർവെൽ നോക്കുക. അപ്പോൾ എങ്ങനെ വെച്ച് എന്ത് ചെയ്യുക? നിങ്ങൾ മോഡ് കാണുക. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ഈസ് inclusive type of series. If inclusive type is given, you have to convert it into exclusive type, which we have seen in the organization of data chapter. അപ്പോൾ we have already done that, and നിങ്ങൾ എന്താണ് അതിനൊരു കണക്ക് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇൻക്ലൂസീവ് എങ്ങനെയാണ് എക്സ്ക്ലൂസീവ് ആക്കാമെന്ന് അറിയാം അല്ലേ? ഈ ഇൻക്ലൂസീവിന് എങ്ങനെയാണ് ഇങ്ങനെ എക്സ്ക്ലൂസീവ് ആക്കാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, ആൻഡ് യു ഹാവ് ടു ഡു ഇറ്റ് ലൈക്ക് ദ വേ യു ഹാവ് ഡൺ ഓൾറെഡി. അത് നിങ്ങൾ ചെയ്ത മാതിരി തന്നെ നിങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഫൈൻഡ് ദ മോഡ്. ഓക്കെ, ഇവിടെ നിന്നാണ് ഏറ്റവും വലിയ ഫ്രീക്വൻസി ഇതാ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇതാണ് മോഡൽ ക്ലാസ് വരുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ ചെയ്ത ഇക്വേഷൻ പ്രകാരം നമ്മൾ മോഡ് കണ്ടെത്തുക. ഓക്കെ, ഇൻക്ലൂസീവിന് എക്സ്ക്ലൂസീവ് ആവുന്നത് നമ്മൾ നേരത്തെ കണ്ടു. നമ്മൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. ഓക്കെ.